ശരിക്കും നല്ലൊരു കൂതറയാണ്. പക്ഷെ ഭയങ്കര നിഷ്കല്ലേ. ബീച്ചിൽ നീരാടാൻ പോവുകയാണ്. കമോൺ ഗൈസ്. ഞങ്ങള് റിയാദിക്ക് പോവാണ്. ഞങ്ങള് ജുബൈലിൽ നിന്ന് വരികയാണ്. ഹായ് പറയൂ. ഗുഡ് മോർണിംഗ്. ഇതാണ് കേട്ടോ നമ്മളെ മോർണിംഗ് വ്യൂ. നല്ല കിളികളുടെ കിളകള ശബ്ദങ്ങളൊക്കെ ഉണ്ട്. പപ്പയും മോളും കൂടി രാവിലെ തന്നെ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോവാണ്. ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കണുണ്ട്. പരിപാടി പോലെ എന്തോ ഒരു കഥ. ഇതൊക്കെ എടുക്കേണ്ടത് മോശമല്ലേ? സാധനം തന്നെയാണ്. വരൂ പോലെ കാടാകുമ്പോ അതിനെടുത്തില്ല. എന്നെ കൊണ്ടുപോവോ? നിങ്ങക്ക് ഇന്നവിടെ എന്തൊരു വീരോധം. ആര് കുട്ടിയാ? സത്യം മഞ്ഞോടി തിക്കിരി കാട്ടിക്കണി. ആരെ കുത്തിയാ? ആരെ കുത്തിയാ? ആരെ കുത്തി? ഹായ് ഗൈസ്. ഹലോ, ഗുഡ് മോർണിംഗ്. നൈസ്. നബി എന്തെങ്കിലും നോക്കിക്കേ. ചോയാസിലേക്ക് പോയി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാം. കം ഓൺ ഗൈസ്. യാമി യാമി. ഫേസ് പെയിൻറ് ചെയ്തതിന് ശേഷം തുടങ്ങിയൊരു അസുഖമാണത്. എവിടെ ചെന്നാലും ഇങ്ങനെ സെൽഫീസ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടേ ഇരിക്കുക. കാലിക്കറ്റ് എന്നുള്ള പേര് കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയത്. പക്ഷേങ്കിൽ ഫുഡ് അത്ര പോരായിരുന്നു, ബിലോ ആവറേജ് ആയിരുന്നു. ഫിഷ് കൊള്ളായിരുന്നു, കുഴപ്പമില്ല, ഒരു ആവറേജ് ഉണ്ടായിരുന്നു. എനിവേ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. പിന്നെ ഷെസ്മിൻ്റെ ഓൾക്കോളെ കുട്ടിക്ക് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോയത് ബീച്ചിൽ കേട്ടോ. മക്കൾക്ക് ബീച്ച് എന്ന് പറഞ്ഞ ജീവനാണല്ലോ, ഞമ്മക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ ആൾക്കാരൊന്നും അധികം എത്തിയിട്ടില്ല. നല്ല ശാന്ത സുന്ദരമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. സോ ആ മക്കളുടെ ചുവട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടോ. ദാ വീഡിയോ സെക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും അവിടെ വട്ടത്തിലിരുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു. ഡ്രസ്സൊക്കെ മാറി സെറ്റായി ബീച്ചിൽ നീരാടാൻ പോവുകയാണ്. കം ഓൺ ഗൈസ്. ടച്ച് ചെയ്യണ്ടടാ. എന്ത് കണ്ടോ തടഞ്ഞു വെച്ച് ഞാൻ അതിന്. അതിന് പർപ്പിളാണ്, പർപ്പിള് കണ്ടോ. നിറയെ ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ട് ഇവിടെ. ഫോൺ ഇതാ, ഞാനത് വരുന്നില്ല, എനിക്ക് തണുക്കണേ. ജെല്ലി ഫിഷ് കടിക്കല്ലിട്ടോ. നല്ല വെള്ളത്തിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്ത് മക്കൾ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും പോരാൻ വിളിച്ചാലും അവർക്ക് വലിയ മൂടൊന്നുമില്ല. സോ ഞങ്ങളെല്ലാവരും പെറുക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇതാ അടുത്തുള്ള ആൾക്കാർ ചിക്കൻ ചുണ്ടുണ്ട്. ഓരോരുത്തരും ഓരോ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഈവനിങ് ഒക്കെ ആയി തുടങ്ങിയപ്പോൾ ഏകദേശം നല്ല തിരക്കായിട്ടോ. അവിടെ നിറയെ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഓരോ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഈ ബീച്ചിൻ്റെ പേര് പറയാൻ മറന്നു പോയിട്ട്, ബനാന ബീച്ചാണ്.
വണ്ടി ഇതാ ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ടുണ്ട്. മക്കൾക്ക് ഇതാ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. എവിടെ കണ്ടാലും ഓടിപ്പോയി ഒന്ന് തിരിച്ചു വെക്കും. അത് കഴിക്കാനൊന്നുമല്ല കേട്ടോ, വെറുതെ കളിച്ചുകൊണ്ടിരിക്കാനല്ല. ലാസ്റ്റ് നമ്മൾ തന്നെ കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മളിത് എവിടേക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളിതാ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ പോണത്. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പോലെ പുറത്തിറങ്ങി നിൽക്കണുണ്ടായിരുന്നു കേട്ടോ. നോക്കട്ടെ നൈറ്റിൽ ഫുഡ് കഴിക്കണ്ട, ഞങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫുഡ് മനസ്സ് കണ്ടുകൊണ്ടാണ് ഞങ്ങളാണ് ഓടിപ്പോണതും. അവർക്ക് സീ ഫുഡിൻ്റെ ഷോപ്പാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. മാഷാഅല്ലാഹ് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഫുഡും കഴിച്ച് കഥയും പറഞ്ഞ് എപ്പോഴോ ആണ് ഉറങ്ങിപ്പോയത്. ഇവിടെ തന്നെ ആയിരുന്നു സ്റ്റേ. രാത്രി ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നീറ്റപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞിട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ, നേരെ ബ്രഞ്ചിലേക്ക്. നല്ല നാടൻ ഫുഡ് ചെയ്തിട്ടോ. അതിന് നല്ല പൊരിച്ച ഫിഷും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ മനസ്സോടെ ഞങ്ങൾ യാത്ര ആവാണ്. സാധൊക്കെ പപ്പനോട് കിഞ്ചിനുണ്ട്, ഞാൻ കുറച്ചൊരു മണി കഴിഞ്ഞിട്ട് പോയാലോ. അങ്ങനെ അവർക്കൊന്നും പോരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കുട്ടികളെ മക്കളൊക്കെ പിടിച്ചിട്ട് ഞങ്ങളിതാ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സംസാരമല്ലേ, അത് തീരൂലല്ലോ. അത് പുറത്തിറങ്ങിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ വണ്ടിയിൽ ചാടി കയറിയത്. ഇവളെ കരയിപ്പിച്ചാൽ നമുക്ക് പോരുണ്ട് ചോദിച്ചാണ്ട്. നിങ്ങൾ കരയോ 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 റിയാദിൽ പോയതോ കരയോ കരയോ നല്ല അടിച്ചുപൊളിയായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സങ്കടമുണ്ട്. ഇന്നിവിടെ നിന്നിട്ട് പോയാൽ പോരെ, അങ്ങനെയൊക്കെയാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കണത്. എന്റെ അനുവിന് ഭയങ്കര സങ്കടമാണ്. കരയോ ഞങ്ങൾ പോവാന്ന് പറഞ്ഞേക്ക് യാലി ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ. അവൾ എന്ത് പറഞ്ഞിട്ടും സമാധാനിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല കരച്ചിലായിരുന്നു. ശരിക്കും നിങ്ങളൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മനസ്സോടെ ഞങ്ങളിതാ വണ്ടി കയറി. ഒരുപാട് നേരം കണ്ടിന്യൂസ്ലി ഇരിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. സോ ഒന്ന് വണ്ടി പാക്ക് ചെയ്ത് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിട്ടോ. പപ്പയും മോള് നല്ല കളിയിലാണ്. ശരിക്കുണ്ടല്ലോ നമ്മൾ ഈദ് ട്രിപ്പിന് ഇറങ്ങിയതാട്ടോ. ട്രിപ്പ് അങ്ങനെ വഴി മാറി നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് ലാസ്റ്റ് ലെബിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ഷാദന്റെ വീട്ടില് നമ്മള് പോയപ്പോ അങ്ങനെ വലിയ ഒരു വീട്ടിൽ പോവാണല്ലോ എന്നുള്ള രീതിയിൽ പോയത്. പക്ഷെ ചെന്നപ്പോ ഞങ്ങളവിടെ താമസിച്ച് പിന്നെ അവിടെ പോലെ ആട്ടി വിട്ടിട്ട് പോകുന്നത് എന്നുള്ള അവസ്ഥയിലാണ്. ഷമീബായിക്ക് എയർപോർട്ടിൽ പോവാണ്ട് അതുകൊണ്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ 2 ദിവസം കൂടി അവിടെ നിന്നേനെ. അയ്യോ, ശരിക്കും എനിക്ക് ഓല ഷോപ്പിന്റെ ഒരു വീഡിയോ എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സമയം ഉണ്ടായില്ല അല്ലേ. നല്ല അടിപൊളി ഫുഡ് അല്ലേ, നല്ല അടിപൊളി നല്ലൊരു ക്യാരക്ടർ അല്ലേ. അല്ലെ ഷാദിനെ കുറിച്ച് ലബി ഇങ്ങനെ വാത്തോരാതെ പറഞ്ഞിട്ടാ. പക്ഷെ ഞാൻ ഇത്ര ഒരു നിഷ്കുവാണെന്നൊന്ന് വിചാരിച്ചു. ഭയങ്കര നിഷ്കുലേ. ഒരേപോലെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. നമ്മൾ ഡ്രൈവറൊക്കെ മാറി കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 മാസം പ്രായമുള്ള കുട്ടിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി കുറെ ഉപദേശങ്ങൾ കേട്ട എക്സ്പീരിയൻസിന്റെ ഇതിലാണ് ഞങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. അങ്ങനെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരികെ പോന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടി ഉള്ളൂ. പിന്നെ വണ്ടിയിൽ നമ്മൾ മാത്രമായതുകൊണ്ട് നല്ല പ്രൈവസി ഉണ്ട്. നമ്മൾ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പമ്പിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മളുടെ അവസാനത്തെ ഒരു 350 കിലോമീറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് നമ്മളുടെ സ്വന്തം ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ. ഞാനിവിടെ കമന്ററിക്ക് ഇരിക്കുന്ന ആളാണ്. റിയാദിലെത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോവാന്.
എനിക്കുണ്ടാവില്ല ഷെയർ ചെയ്യണ്ടോ ഒരു പാത്രം കൂടി തരും കഞ്ഞിക്ക് ഷെയർ ചെയ്യാൻ. നൈറ്റിൽ ലഘുഭക്ഷണമാണ് താല്പര്യം എന്ന് പറഞ്ഞ് കുറച്ച് കഞ്ഞിയും അതുപോലെ തന്നെ അൽഫാമും ഫിഷും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയ യാത്ര പറയലും കൂടി ഉണ്ട് കേട്ടോ. അതൊരു സീനേക്കാരും ഈ അമ്മിമോൾ എന്തായാലും കച്ചറ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്ത വലിയ പെരുന്നാളിന്റെ മുമ്പ് തന്നെ നമുക്ക് തുടങ്ങണം പരിപാടി. ചെറുതായി പിരിച്ചിട്ട് സൂമിന്റെ വീട്ടിലായിരുന്നു. എന്നിട്ടും ഇതാക്കണം പിഞ്ഞ ഓലെ വീട്ടിൽ പോകാൻ വേണ്ടി കരയുന്ന യാമി. മതി മതി കഴിഞ്ഞു കഴിഞ്ഞു. സൂമി പോയി സാസൂമി പോയിന്ന്. ഫുഡ് കഴിച്ച് നേരെ പോയത് കാക്കാൻ്റെ വീട്ടിലാണ്. അവിടെ ഗസ്റ്റ് ഉണ്ട്. ഓർക്കുള്ള കുറച്ച് ഐറ്റംസും കൂടെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഭാനുഭാര ബ്രദറും വൈഫും ആണ്. ഒരു ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ഉംറയ്ക്ക് വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ്. നോർമൽ ഫുഡിൽ നിന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാടൻ തെച്ചില്ല നല്ല വെറൈറ്റി ഫുഡും വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത്. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. 3-4 ദിവസത്തെ പരിപാടിക്ക് ശേഷം അൽഹംദുലില്ലാ നല്ല അടിപൊളി ട്രിപ്പ് ആയിരുന്നു. ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. 2 വാക്ക്. ഹലോ ഹായ്. അതല്ല നമ്മളെ ട്രിപ്പിനെ പറ്റി 2 വാക്ക് മനസ്സിലായി. നമ്മളെ ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക്. എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മീൻ തിന്ന് പൂതികെട്ട ട്രിപ്പായിരുന്നു അത്. പൂതികെട്ട ശരിക്കും ഇനി തിന്നില്ലല്ലോ. രാവിലെ മീന്, ഉച്ചക്ക് മീന്, രാത്രി മീന്. മീൻ ട്രിപ്പ് അല്ല ഇത് പെരുന്നാൾ ട്രിപ്പിന് പകരം മീൻ ട്രിപ്പ്. വന്നിട്ടും നാട്ടില് പോയിട്ട് ഇത്രയും കാലത്തിനടിയിൽ ഇങ്ങനെ മീനൊന്നും കണ്ടിട്ട് ഇപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് നമ്മളെ സ്പെഷ്യലായിട്ട് നമ്മൾ ഒരുപാട് ആളുകൾക്ക് നന്ദി പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഫിറോസ് കാക്കും ടീമിനും കമ്മിറ്റിയുടെ പേരിലും ഈ ട്രിപ്പിന്റെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. എന്റർടൈൻമെന്റ് ആയിട്ട് ഇതൊക്കെ കിടന്നോട്ടെ. ഞാനൊരു അല്ല നിങ്ങളൊന്നും എനിക്ക് കേൾക്കാൻ പാടില്ല. വീഡിയോ എടുത്ത് ഒഴിവാക്കും. ഇന്നെ ബാൻ ചെയ്യാം യൂട്യൂബ്. നല്ലതല്ലേ. ഇനി നമുക്ക് അടുത്ത സോളോ ലേഡീസ് ട്രിപ്പ് ഉണ്ട് കേട്ടോ. നമ്മളെങ്ങനെ പോകണം? നമ്മളൊരു വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്.